വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കേൾക്കാം. നമുക്കങ്ങനെ മുസ്ലിങ്ങൾ വിരോധീകരിക്കാനും അത് തയ്യാറായില്ല. പിന്നെ ചർച്ചയില്ല, സംവാദമില്ല, അവരവരുടെ വഴിക്ക് പോയി. ഈ കുറവുകളും സത്യങ്ങളും ഞാൻ തുറന്നു വിളിക്കുമ്പോൾ ഞാൻ ആ സമുദായത്തെ ആക്ഷേപിച്ചെന്ന് സൃഷ്ടിക്കുകയാണ്. റഫീഖ് മുസ്ലിമാണ്, അങ്ങനെ അപ്പനും മുസ്ലിം തന്നെ ഒന്നാമതല്ല. MESന്റെ ആലപ്പുഴയിലെ പ്രസിഡന്റ് എത്ര കൊല്ലായി ഇവിടെ അടിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ആരെങ്കിലും കാര്യം ചോദ്യം ചെയ്യുന്നുണ്ടോ? ഒരു അച്ഛനും മകനും ഇവിടെ വന്ന് നമുക്കിതെല്ലാം വിശദീകരിച്ചത് നമ്മുടെ കണക്കെല്ലാം കൃത്യമായും സത്യമായും നിങ്ങളുടെ ഓരോ പ്രദേശത്തും പറയുന്നു. നമ്മൾ മറ്റാരോ പേര് നമുക്ക് തോന്നുന്നുണ്ട്. നമുക്കൊരു മതവിദ്വേഷമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേസ് നടത്തുന്ന ആരാണ്? കൊല്ലത്ത്. അത് മറ്റൊരു വിഷയം തന്നെ. നമുക്കങ്ങനെ മുസ്ലിങ്ങളോട് പ്രത്യേകിച്ചൊരു വിരോധമേ ഇല്ല. പക്ഷെ ലീഗ് കാണിച്ച ചില വിഭാഗീയത ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമല്ല, നമ്മളിൽപ്പെട്ട ചില ആളുകളെ ആയുധമാക്കിയെടുത്ത് നമുക്കെതിരെ പോലും യുദ്ധം ചെയ്യാൻ വിനിയോഗിച്ച ദുരവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ സത്യങ്ങൾ ഞാൻ ബഹിരമധ്യത്തിൽ തുറന്നു പറയുമ്പോൾ ഞാൻ മുസ്ലിം വിരോധി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കത്തിക്കാൻ ഞാൻ കത്തുകയില്ല. എന്നെ തന്നെ കത്തിച്ചോ. ഞാൻ പറഞ്ഞു തന്നെ. ഞാൻ പറഞ്ഞ ഇഷ്യൂവിൽ നിന്ന് സംസാരിക്കുകയും എന്നെ കത്തിച്ചാലും പ്രശ്നം തീരുമോ? ഞാൻ പറഞ്ഞ ആശയത്തിൽ നിന്ന് മാറാൻ സാധിക്കുമോ? ഞാൻ പറഞ്ഞത് സത്യമാണോ അസത്യമാണോ സമ്മതത്തിൽ പോകാം, ഞാൻ തെളിയിച്ചു തരാം. അതൊന്നും തയ്യാറാകാതെ എന്നെയും ഞാൻ പ്രതിദാനം ചെയ്ത പ്രസ്ഥാനത്തെ തകർക്കാനും തളർത്താനും പല രീതിയിലുള്ള ശ്രമങ്ങൾ വലഞ്ഞുകൊണ്ടുണ്ടാകുമ്പോൾ അതിനെ കൈകിട്ട് നോക്കിയെന്ന് രാമൻ്റെ മുമ്പിൽ ഹനുമാനെക്കൊണ്ട് ഓച്ചാൻ ചെയ്യാറില്ല ഞാൻ പഠിച്ചു. ഇവിടെ ഈഴവത്തി വെച്ച ഈഴവനാണെന്ന് പറയാനുള്ള തൻ്റെ ഇടത്തോടുകൂടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ പട്ടുവിൻ്റെ പാരമ്പര്യത്തിൽ ജനിച്ച് വളർന്നു വന്ന ഈഴവ മക്കളാണ്. ആരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയല്ല, അധികാരങ്ങൾ പിടിച്ചു പറ്റാനല്ല. ഇവിടെ സാമൂഹ്യ നീതി എല്ലാം കിട്ടണം. രാഷ്ട്രീയ നീതി വേണം, സാമ്പത്തിക നീതി വേണം, വിദ്യാഭ്യാസ നീതി വേണം. ഈ നീതികളൊന്നും കിട്ടാതെ വരുമ്പോൾ അത് തുറന്നു പറയേണ്ടി വരും. ജാതി ചിന്ത ഉണ്ടാകുന്ന എപ്പോഴാണ്? ജാതി വിവേചനമാണ് ജാതി ഉണ്ടാകുന്നത്. ആ ജാതി വിവേചനത്തിൻ്റെ അളവും തൂക്കവും ആഴവും പരപ്പും കണക്കിലൂടെ ഞാൻ പറഞ്ഞപ്പോൾ കണക്കിൽ ഉത്തരമില്ലാതെ ഉത്തരമിട്ടുമ്പോൾ കൊഞ്ഞനും കാട്ടി എൻ്റെ സംഘടനയെ നശിപ്പിക്കാനും തകർക്കാനും നോക്കുന്ന ശക്തികൾക്കെതിരെ വിരൽ ചൂണ്ടേണ്ടത് സമുദായത്തിൻ്റെ കടമയാണ്. ആ കടമയായി ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പലരും വന്നു ചേരും, പലരും പോകും, പലരും പോകും.